വരട്ടുമാ വേണ്ട, ഞാൻ വരട്ടുമാ വേണ്ട, ഞാൻ വരട്ടുമാ വേണ്ട. ഹായ്, ഹലോ, നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ എന്താന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതെ, ഞാനൊരു പ്രോഗ്രാമിന്റെ വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? വുമൻസ് ഡേന്റെ ഒരു അടിപൊളി ഡാൻസിന്റെയും ഫാഷൻ ഷോന്റെയും ഒക്കെ. അപ്പൊ ആ ഡാൻസിന്റെ പിന്നാമ്പുറങ്ങൾ എന്ന് വേണ്ടിക്ക് പറയാം ഈ വീഡിയോ. അതായത് നമ്മൾ എങ്ങനെയാ ഡാൻസ് പ്രാക്ടീസ് ചെയ്തേന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇത്. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത കുറച്ച് സെക്ഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണിത്. നമ്മൾ ആക്ച്വലി പ്രാക്ടീസ് ചെയ്തത് 4-5 വിരളിൽ എണ്ണുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അതോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ ഡേ ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഒരു ദിവസത്തിലാണ് നമ്മൾ ചെയ്തത്. അത് കൂടി വന്ന എല്ലാം കൂടി നോക്കിയാൽ നമ്മളൊരു 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തതിനോ ഡൗട്ടാണ്. 4-5 ദിവസം മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ ഡാൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ട് നമ്മളെ പ്രാക്ടീസ് സെക്ഷനും നമ്മളെ ഡാൻസ് എന്നുള്ളത്. ഈ ഡാൻസ് സെക്ഷനിൽ നമ്മൾ ടോട്ടൽ 5 പേരാണ് ഉണ്ടായത്. ആരൊക്കെയാണെന്ന് ഞാൻ പേര് പറഞ്ഞുതരാം. ഇപ്പൊ സെന്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലിഡിയാണ്. അതിന്റെ കൂടെ അശ്വിനി ഉണ്ട്, അതിന്റെ കൂടെ മിന്നു ഉണ്ട്, ഞാനുണ്ട്, അതിന്റെ കൂടെ കവിതയുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ 5 പേരാണ് ഈ ഡാൻസ് സെക്ഷനിൽ കളിച്ചത്. 1 2 3 4 സത്യം പറഞ്ഞാൽ പ്രോഗ്രാമിന് 2 ആഴ്ച മുമ്പേ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേങ്കിൽ 4 ദിവസം ഒരാൾക്ക് പനി, ഒരാൾക്ക് തണുപ്പ്, ഒരാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം. എല്ലാവർക്കും കുഞ്ഞുമക്കളും ഉള്ളതാണ്. അതിനകത്ത് ലിഡിയക്ക് മാത്രമാണ്, ലിഡിയക്ക് കുഞ്ഞുമോനുള്ളതാണ്. പക്ഷെ 4 വയസ്സുണ്ട്. ബാക്കി എല്ലാവർക്കും 3 വയസ്സിന് താഴെയുള്ള മക്കളാണ്. അതുകൊണ്ട് തന്നെ ഓരോക്ക് തണുപ്പ്, പനി, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മളെല്ലാവരും ചേർന്നിട്ടൊരു പ്രാക്ടീസ് സെക്ഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രോഗ്രാമിന്റെ തലേന്നും അതിന്റെ മുന്നത്തെ ദിവസം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതും ചെയ്ത് തന്നെ ഒരു 40 മിനിറ്റ് കൂടി വന്നാൽ ചെയ്തിട്ടുണ്ടാവും. കാരണം മക്കളെയും എടുത്തിട്ട് വേണ്ടി വരും നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് കരച്ചിലാവും, ബോറടിക്കും, അവർക്ക് കാർട്ടൂൺ കാണേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ സ്റ്റെപ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചാകെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുക 2 ദിവസം ചെയ്തതിനോ സംശയമാണ്. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു പ്രാക്ടീസ്. അതുവരെ ഒരാൾ എങ്ങനെയായാലും ഗ്രൂപ്പിൽ മിസ്സിങ് ആയിട്ടുണ്ടാവും ഈ 5 ആളുടെ കൂട്ടത്തിൽ. കാരണം കുഞ്ഞുമക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ചേർന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ മോന് തണുപ്പും പനിയായിട്ട് എനിക്ക് പ്രാക്ടീസ് സെക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ദിവസം നമ്മൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തതെന്നുള്ള ഒരു ചെറിയ ക്ലിപ്പിങ്, അതായത് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ മാറ്റി പിടിച്ചു. അപ്പൊ അതെങ്ങനെയാ നമ്മൾ ചെയ്തതെന്നുള്ള ഒരു ചെറിയ ക്ലിപ്പിങ് ഞാൻ ഈ വീഡിയോന്റെ കൂടെ ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് നമ്മളെ പ്രാക്ടീസ് ഐഡിയാസ് എന്നുള്ളത്. ഫോണിൽ വോയിസ് കോൾ ചെയ്തിട്ട് എനിക്ക് ഡാൻസ് കളിച്ച് കാണിച്ചു തരികയാണ് പുതിയ സ്റ്റെപ്സ് മിന്നു. അതും ബാൽക്കണിയിൽ നിന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലെ ബാൽക്കണിയിൽ ഫുഡ് ഫ്ലോറിൽ നിന്നിട്ടാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്ര മിനിറ്റ്?
പെയിന്റിങ് അതിനോ? അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ പ്രാക്ടീസ് വെറൈറ്റി അല്ലേ? അപ്പൊ അതിന്റെ നടുക്ക് എന്തെങ്കിലും പുതിയ സ്റ്റെപ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ സിംഗിൾ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും, എന്നിട്ട് അത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ സ്റ്റെപ്സ് ഒന്ന് പഠിച്ചിട്ട് വന്നോളൂ അടുത്ത ക്ലാസ്സിലേക്ക് എന്ന് പറയും. കാരണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വഴിയില്ല, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതാ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. കുഞ്ഞുമക്കളെ 3 ആളെയും എടുത്തുകൊണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ നടുക്ക് വിദേന്റെ മോൻ താഴെ ഇറങ്ങി, അതുകൊണ്ട് അവളെ കയ്യിൽ കുട്ടിയില്ലാത്തത്. ഓരോ ദിവസം നമ്മൾ ഓരോ ആളുടെ വീട്ടിലായിരുന്നു പ്രാക്ടീസ് വെച്ചുകൊണ്ടിരുന്നത്. കാരണം എന്തെങ്കിലും ആയിട്ട് മക്കൾക്ക് അസ്വസ്ഥതയോ അല്ലെങ്കിൽ തണുപ്പോ പനിയോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാളെ വീട്ടിലാണ് വെക്കുക. കാരണം അപ്പോൾ അയാൾക്ക് കുറച്ചും കൂടി ഈസി ആകല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ വെച്ചുകൊണ്ടിരുന്നത്. അതും കറക്റ്റ് 11 o'clock, ഡെയിലി 11 o'clock എന്നാണ് നമ്മൾ പറയുക. പക്ഷേങ്കിൽ ഒരാളെ സ്കൂളിൽ കൂട്ടേണ്ട ടൈം 11, അതായത് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു മിന്നുവിന്റെ മോൻ. അപ്പൊ അയാളെ കൂട്ടേണ്ട ടൈം 11:15 to 11:30 ആണ്. അപ്പൊ അയാളെ കൂട്ടിയിട്ട് വരുമ്പോഴേക്ക് 12 ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 12 to 1 ആകും ടൈം. ചില ആള് 11:15, 11:30 ആവും എത്താൻ വേണ്ടി. ചില ആള് 12 മണിക്ക് എത്തിയിട്ട് 1 മണി. അങ്ങനെയായിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു 40 minutes അല്ലെങ്കിൽ ഒരു 30 minutes മാത്രം നമുക്കൊരു പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായത്. അത് തന്നെ എങ്ങനെയാ നമ്മളെ പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ എങ്ങനെയാ കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും സ്റ്റെപ്പ് തന്നെ നമുക്ക് കൈയും കാലും ഒക്കെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായില്ല. കുട്ടികളെ എടുത്തിട്ട് തന്നെയുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ മോൻ എന്റെ കയ്യിൽ തന്നെയുണ്ട്. ആകെ 2 ദിവസമായിട്ട് അവനൊന്ന് താഴെ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അടുത്തുള്ള കയറുന്നുണ്ട്. എന്റെ വാവനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. അവനൊരു ടച്ച് മീനോട്ടാണ്. പ്രത്യേകിച്ച് ആൾക്കാരെ കാണുമ്പോൾ അവൻ താഴെ നിൽക്കില്ല, എന്റെ മേത്ത് തന്നെ കയറി നിൽക്കും. എന്നിട്ട് മമ്മ എന്താ ചെയ്യുന്നത്, ഞാനും അത് തന്നെയാ ചെയ്തെന്നുള്ള ഇതിൽ അവൻ നിൽക്കുക ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ സ്റ്റെപ്സ് പറയുന്നതിനാ നടുക്ക് കളിക്കുന്നതിനാ നടുക്ക് അവൻ എന്റെ മേത്ത് കയറി ഇരുന്നിട്ടാ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടാൻ എനിക്കൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു മെമ്മറി ഞാൻ വിചാരിച്ചു എങ്ങനെയാ നമ്മൾ ഡാൻസ് കളിച്ചത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ കേട്ടോ. നമ്മളെ ഒരു മെമ്മറി, ആ ഒരു ഫൺ മൂമെന്റ്, നമ്മൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തതെന്നുള്ളൊരു മൂമെന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഈ വീഡിയോയിലിട്ട്. സത്യം പറഞ്ഞാൽ എന്റെ ഈ പ്രാക്ടീസ് സെക്ഷൻ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇത്രയും ലോങ് ആയിട്ട് കണ്ടിട്ട് ബോർ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചില്ല. കാരണം നിങ്ങൾ കണ്ട സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഓരോ ദിവസത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നിങ്ങൾക്ക് തന്നെ കൗണ്ട് ചെയ്താൽ മനസ്സിലാവും 4-5 days മാത്രമേ ഉള്ളൂ. അതൊരു 30 to 40 minutes മാത്രം പ്രാക്ടീസ് ആണ്. അത് ഞാൻ ഫുൾ ആയിട്ടൊന്നും വീഡിയോ കവർ ചെയ്തിട്ടില്ല. കുറച്ച് സമയം വെച്ചിട്ട് കുറച്ച് വീഡിയോസ് മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, നിങ്ങളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ കുക്കിംഗ് ചാനലിലായിട്ടായിരുന്നു നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വ്ളോഗിങ്ങും അതുപോലെ മെമ്മറബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ വീഡിയോസും ഫൺ മൂമെന്റ്സ് ആയിട്ടുള്ള വീഡിയോസും ഫെസ്റ്റിവൽ വീഡിയോസും അതുപോലെ എൻ്റെ ഫാമിലി ഫംഗ്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് എന്നുള്ളത് കമന്റിൽ പറയാൻ മറന്നു പോയത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് കാണാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നൊന്ന് കമന്റിൽ പറയണേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ട ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്നുള്ള. കുക്കിംഗ് വീഡിയോസ് വിട്ടിട്ടൊന്നും ഇല്ല, സത്യം പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ഈ മെമ്മറബിൾ ആയ കുറച്ച് വീഡിയോസ് ഉള്ളത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ലാസ്റ്റ് വീഡിയോ വുമൻസ് ഡേന്റെ വീഡിയോന് എനിക്ക് നല്ല നല്ല കുറേ കമന്റ്സ് കിട്ടി. അതിന് ഒരുപാട് താങ്ക്സ്. അതിന്റെ കൂടെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നവരോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി ഒരുമിച്ച് പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ കൂടെ തന്നെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഒരു ലൈക്കും കൂടി തരണം കേട്ടോ.
ലൈക്കും തരണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ ലാസ്റ്റ് ഡേ പെർഫോമൻസ്. അതായത് വുമൻസ് ഡേന്റെ തൊട്ടേ തലേ ദിവസം നമ്മൾ പെർഫോം ചെയ്തത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 hour എങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഫാഷൻ ഷോന്റെ വേറെ പരിപാടികളുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ 1 hour പോയിട്ട് ഒരു 30 minutes പോലും ചെയ്യാൻ പറ്റില്ല. ഒറ്റ ടൈമേ നമ്മൾ ഡാൻസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഡാൻസ് പെർഫോമൻസ്, അതായത് ആ ഡാൻസ് പ്രാക്ടീസ് പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുള്ള് കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഞാൻ കട്ട് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് മാത്രം ഞാൻ വെച്ച് ഫുള്ള് ഇട്ടാളെ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, വീഡിയോ ഒന്നും എൻ്റെ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ. കഷ്ടപ്പെട്ട ഒരു ലോങ് സെന്റൻസ് ഇതിനു വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വോയിസ് ഓവർ കൊടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ മൈക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓഫായി പോയി. എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഒരു 100 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിനക്ക് എന്തിനാ മൈക്കൊക്കെ വാങ്ങിച്ചതിന് ഒന്ന് ചാർജിന് ഇട്ടുകൂടിയത്, അത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തുകൂടി. എപ്പം എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കാൻ ഇരിക്കുമ്പോഴാണ് മൈക്ക് ചാർജ് ഇല്ല എന്നുള്ള ഓർമ്മ വരാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ മൈക്ക് ഓഫ് ആയതുകൊണ്ട് ഇപ്പം മൈക്ക് ഇല്ലാണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എപ്പം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ, അതായത് ഡാൻസ് പെർഫോമൻസിൻ്റെ വീഡിയോ. കണ്ടോ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ നമ്മളെ ചോട്ടോസ് എല്ലാം എന്താ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ എല്ലാവരുടെയും പേരൊന്നും ഞാൻ പറഞ്ഞില്ലല്ലേ? പറഞ്ഞോ സ്റ്റാർട്ടിങ്? അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. എൻ്റെ നേരെ ബാക്കിൽ നിൽക്കുന്നത് അശ്വനി,
മിഡിലിൽ കളിക്കുന്നത് ലിഡിയ, അശ്വനീൻ്റെ നേരെ ബാക്ക് സൈഡിൽ നിൽക്കുന്നത് കവിത, അതിൻ്റെ ഫ്രണ്ടിൽ അതായത് എൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് മിന്നു. അങ്ങനെ ടോട്ടൽ നമ്മൾ 5 പേരാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ 5 പേര് മക്കളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത ആളും സ്കൂളിൽ പോയതുകൊണ്ട് അയാളെ കൊണ്ട് ഒരു ശല്യങ്ങളും ഉണ്ടായിരുന്നില്ല പ്രാക്ടീസ് ടൈം. അതേസമയം അശ്വിനീൻ്റെ മോനും ചെറുതാണ്, എൻ്റെ മോനും രണ്ടാമത്തെ ആളും ചെറുതാണ്, മിന്നുവിൻ്റെ മോനും ചെറുതാണ്, കവിതേൻ്റെ മോനും ചെറുതാണ്. നമ്മൾ ഗ്രൂപ്പിൽ ഏറ്റവും ഇളയത് കവിതേൻ്റെ കുട്ടിയാണ്, 1.5 വയസ്സേ ഉള്ളൂ. അതിനുശേഷം എൻ്റെ മോൻ 2.5 വയസ്സ്, അതിനുശേഷം അശ്വിനീൻ്റെ മോൻ 2.5 വയസ്സ്, അതിനുശേഷം എന്താ പറയുക മിന്നുവിൻ്റെ മോൻ 3 വയസ്സ്, 3 വയസ്സായിട്ടില്ല, 2.25 അത്രയേ ഉള്ളൂ. അതിനുശേഷം ലിഡിയേൻ്റെ മോൻ 4 വയസ്സ്. അങ്ങനെയാണ് ഈ ചോട്ടാസെല്ലാം പ്രായമുള്ളത് കേട്ടോ. അവരെയും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് സെക്ഷനൊക്കെ നടത്തിയതും ഡാൻസ് പ്രാക്ടീസ് ചെയ്തതും ഡാൻസ് കളിച്ചതും. ഈ ഒരു രീതിയിലാണ് നമ്മളെ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്തതെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമ്മൾ പെർഫോം ചെയ്തതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പാട്ടോടുകൂടി, അതായത് ഈ ഡാൻസോടുകൂടി നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ശേഷൻ സ്റ്റേജിൽ നിന്നാണ് കേട്ടോ പറഞ്ഞത്. இதுகூட ஓகே தான் உங்களுக்கு. நீங்க இப்படி இருங்க, நம்ம இந்த சைடுல இருக்கு. ஒரு நிமிஷம் ஷோல்டர்ல வச்சிட்டு நம்மளும் இதே மாதிரியே கொடுத்துருவோம். நீங்க இப்ப ஒரு கையில மட்டும் பண்ணுங்க. நாங்க இப்படி நினைக்கிறோம். நீங்க எப்படி பண்ணுங்க? நான் இப்படி
ആയിട്ടുള്ള ഒരു ഷോർട്ട് ആൻഡ് ക്യൂട്ട് വീഡിയോ ആണ് ഒരു പ്രാക്ടീസ് സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോമൻസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.